ഹായ് മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പുറത്തിറങ്ങിയ ഒരു മനോഹര ചിത്രമാണ് കാലിദർ ലാപത. ഓർമ്മക്കുറവുള്ള രോഗിയായ തന്നെ ഉപേക്ഷിക്കാൻ സ്വന്തം കുടുംബം പദ്ധതിയിടുന്നത് മനസ്സിലാക്കുന്ന കാലിദറിന്റെ കഥയാണ് കാലിദർ ലാപത. വീട്ടുകാരിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുന്ന കാലിദർ തന്റെ യാത്രയിൽ അനാഥനായ ബല്ലുവിനെ കണ്ടുമുട്ടുന്നു. അവർ ഒന്നിച്ചുള്ള നിമിഷങ്ങളും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. കാലിദറായി വേഷമിടുന്ന അഭിഷേക് ബച്ചൻ ഈ സിനിമയിൽ മികച്ചൊരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കാലിദർ ഓർമ്മക്കുറവ് മൂലം ഹോസ്പിറ്റലിൽ നിന്ന് ആരോടും പറയാതെ എണീറ്റു പോവുകയും വീട്ടുകാർക്ക് അദ്ദേഹം ഒരു ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു. കാലിദറിന്റെ അസുഖം ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നും ഇല്ലാത്തത് കാണാനും ആലോചിക്കാനും തുടങ്ങുമെന്നൊക്കെ ഡോക്ടർ പറയുന്നത് കാലിദറിന്റെ വീട്ടുകാരെ കൂടുതൽ അസ്വസ്ഥരാക്കി. ചേട്ടനായ കാലിദറിനെ നോക്കാൻ ജോലി കളയാനും നേഴ്സിനെ വയ്ക്കാനും മരുന്ന് വാങ്ങാനുമൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അവർ കാലിദറിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിച്ചു തുടങ്ങി. അനിയന്മാരുടെ കടം വീട്ടാൻ തന്റെ വീടും സ്ഥലവും വിൽക്കുന്നതിനെതിനായിരുന്നു കാലിദർ. ഹോസ്പിറ്റലിൽ ഉറങ്ങിക്കിടന്ന കാലിദറിന്റെ കയ്യൊപ്പ് മുദ്രപേപ്പറുകളിൽ അവർ പതിച്ചെടുത്തു. മരുന്ന് കൊടുത്ത് ചേട്ടനെ തീർത്തു കളയാൻ അവർ ശ്രമിച്ചെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു. അങ്ങനെ കാലിദറിനെ കുംഭമേളയ്ക്ക് കൊണ്ടുപോയി അവിടെ ഉപേക്ഷിക്കാമെന്ന് അനിയന്മാരും അനിയന്റെ ഭാര്യയും തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് മുദ്രപേപ്പറുകൾ സുരക്ഷിതമായി വച്ചിരുന്നു. കാലിദറിനോട് ആകെ ഇഷ്ടം കാണിച്ചിരുന്നത് കാലിദറിന്റെ അനിയത്തി ഗുഡിയാണ്. അവൾ കാലിദറിനെ യാത്രയാക്കി. അങ്ങനെ അവര് കുംഭമേളയ്ക്ക് പോകുകയും കാലിദറിനെ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. അനിയന്മാരെയും നോക്കി കാലിദർ കുറേ നടന്നു. അനിയൻ മനോഹറിനെ കാണുന്ന കാലിദർ മനോഹർ എന്ന് കുറെ വിളിച്ചെങ്കിലും മനോഹർ അത് നോക്കാതെ നടന്നുപോയി. കുംഭമേളയ്ക്ക് വന്നപ്പോൾ മനോഹറിന്റെ പേരിലെടുത്ത ടെന്റിലെങ്ങാനും കാലിദർ തിരക്കി പോയിരിക്കുമോ എന്നതറിയാൻ അനിയന്മാർ ടെന്റിലേക്ക് നടന്നു. സ്വന്തക്കാരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത് കുറ്റമാണെന്ന് അറിയാവുന്ന മനോഹറിനോട് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ കാലിദറിനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കാൻ രണ്ടാമത്തെ അനിയൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ കാലിദറിനെ കാണാനില്ലെന്നും പറഞ്ഞു ഒരു പരാതി കുംഭമേളയിൽ കാണാതായവരെ കുറിച്ച് അന്വേഷിക്കുന്ന സ്ഥലത്ത് കൊടുത്തു. അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് സുബോധ്. സുബോധിനും ഭാര്യയ്ക്കും ഇതുവരെ കുട്ടികളായിട്ടില്ല. അതിനുള്ള പൂജയും കാര്യങ്ങളുമൊക്കെ ചെയ്ത് നടക്കുകയാണ് സുബോധിന്റെ ഭാര്യ. കാണാതാകുന്ന താടിയുള്ള നീണ്ട ഒരാളെ സുബോധിന് കണ്ടെത്താനായാൽ തങ്ങൾക്ക് സന്താനഭാഗ്യം ഉണ്ടാകുമെന്ന് ഒരു ബാബ പറഞ്ഞ കാര്യം സുബോധിന്റെ ഭാര്യ സുബോധിനോട് പറഞ്ഞു. ആ സമയത്താണ് കാലിദറിനെ കാണാതായ വിവരം പറയാനെത്തിയ മനോഹറിനെ സുബോധ് കാണുന്നത്. സുബോധ് ആ കേസ് ഏറ്റെടുത്തു. എന്നാൽ കാലിദറിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും കൊടുക്കാൻ അനിയന്മാർ തയ്യാറായില്ല. അവർക്ക് യഥാർത്ഥത്തിൽ കാലിദറിനെ കണ്ടെത്തണമെന്നില്ലായിരുന്നല്ലോ. ഇത്രയും രോഗം വന്ന ചേട്ടനെ എങ്ങനെ നോക്കാനാ? അയാൾക്ക് വേറെ എന്താ ഉള്ളത്? കുടുംബമൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ കിടന്ന് സ്വർഗത്തിൽ പോയിക്കോട്ടെ എന്നൊക്കെയുള്ള അനിയന്മാരുടെയും കുടുംബത്തിന്റെയും സംസാരം കേൾക്കുന്ന ടെന്റിലെത്തിയ കാലിദർ ഒരുപാട് വേദനിച്ചു. ഇപ്പോൾ സുബോധ് കാലിദറിനെ അന്വേഷിച്ചുകൊണ്ട് ആ കുംഭമേളയിൽ നടക്കുന്നുണ്ടായിരുന്നു. കാലിദർ അങ്ങനെ അവിടെ നിന്ന് മിറ്റാർസയിലേക്കുള്ള ബസ് കയറി. തിരിച്ച് വീട്ടിലേക്കുള്ള ബസ് കയറിയ കാലിദറിന്റെ അനിയന് വീട്ടിൽ നിന്നും ഒരു കോൾ വന്നു. അവർ മുദ്രപേപ്പറുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ മുറി ഷോർട്ട് സർക്യൂട്ടിൽ കത്തിപ്പിടിച്ചതായി അനിയത്തി ഗുഡിയ വിളിച്ചറിയിച്ചു. വീടും സ്ഥലവും വിൽക്കണമെങ്കിൽ അവർക്ക് ചേട്ടനെ ശരിക്കും കണ്ടുപിടിക്കണമായിരുന്നു. അനിയന്മാർ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പേ ആ മുദ്രപേപ്പറുകൾ കാലിദറിന്റെ സുഹൃത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ അത് എടുത്തു മാറ്റിവെച്ചു. ഇറ്റാർസയിലേക്കുള്ള ബസ് കാശില്ലാത്തതിന് കണ്ടക്ടർ കാലിദറിനെ ഭോജ്പൂരിൽ ഒരു ശിവക്ഷേത്രത്തിനടുത്ത് ഇറക്കി വിട്ടു. രാത്രിയായതിനാൽ കാലിദർ കിടക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കിടന്നുറങ്ങി. എന്നാൽ കാലിദർ കിടക്കുന്നത് തന്റെ സ്ഥലത്താണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പയ്യൻ കാലിദറിനെ എഴുന്നേൽപ്പിച്ചു. അനാഥനായ ബല്ലുവായിരുന്നു അത്. അനാഥനായതുകൊണ്ട് തന്നെ ആശ്രമത്തിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു ബല്ലു. അനിയന്മാരോട് കടം വാങ്ങിയ കാശ് തിരിച്ചു ചോദിച്ചുകൊണ്ട് പണം കൊടുത്തവർ വരാൻ തുടങ്ങിയിരുന്നു. വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ കാലിദറിന് പറ്റാത്തതിനാൽ കാലിദറിന്റെ സ്ഥലമെല്ലാം തന്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ട് എന്ന് കാലിദറിന്റെ സുഹൃത്ത് കാലിദറിന്റെ അനിയന്മാരോട് പറഞ്ഞു. കാലിദറിനെ തിരിച്ചു കൊണ്ടുവന്നാൽ സത്യം എന്താണെന്ന് അവൻ പറയുമെന്നും സുഹൃത്ത് പറഞ്ഞു. കാലിദറിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സുഹൃത്തിന്റെ പദ്ധതിയായിരുന്നു അത്. ഭക്ഷണം കഴിക്കാനുള്ള പൈസ പോലും കാലിദറിന്റെ കയ്യിലില്ലായിരുന്നു. ഒരു ബിരിയാണി കഴിക്കാൻ കാലിദർ ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ ബിരിയാണിക്ക് 100 രൂപ കൊടുക്കാൻ കാലിദറിന്റെ കയ്യിലില്ലായിരുന്നു. ബല്ലുവിനെ പല സ്ഥലത്തും വെച്ച് കാലിദർ കാണുന്നുണ്ട്. ചേട്ടനെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾക്ക് വേഗത കൂട്ടി അനിയന്മാർ. പിന്നീട് സുബോധിനെ നേരിൽ കാണുകയും കാലിദറിന്റെ ഫോട്ടോ കൊടുക്കുകയും ചെയ്തു. സ്വത്തിന് വേണ്ടിയാണ് കാലിദറിനെ അനിയന്മാർ തിരക്കുന്നത് എന്ന് സുബോധിന് മനസ്സിലായി. ബല്ലു ചെറിയ ചെറിയ വികൃതികൾ കാണിച്ചുകൊണ്ട് കാലിദറിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. ചെറിയ ജോലികളൊക്കെ ചെയ്ത് കിട്ടിയ കാശുകൊണ്ട് ബിരിയാണി വാങ്ങാൻ ചെന്നപ്പോൾ അത് കീറിയ നോട്ടാണെന്ന് പറഞ്ഞ് ബല്ലു അത് മുടക്കി. അമ്പലത്തിലെ അന്നദാനത്തിന് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും തിരിമറിയും ഒക്കെ കണ്ടുപിടിക്കാൻ ഗവൺമെന്റിൽ നിന്ന് കുറച്ച് ഓഫീസേഴ്സ് വന്നു.
പണ്ഡിറ്റ് ജി തിരുമറിക്കാരനാണെന്ന് ബല്ലുവിൽ നിന്നും അവർ മനസ്സിലാക്കി. അതിന്റെ പേരിൽ ബല്ലുവിനെ പണ്ഡിറ്റ് ജി ആശ്രമത്തിൽ നിന്നും പുറത്താക്കി. ബല്ലു ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. ബല്ലുവിനെ പഠിപ്പിച്ചിരുന്ന അധ്യാപകനിൽ നിന്നും ആശ്രമത്തിൽ നിന്നും ബല്ലു പോയത് ഖാലിദർ അറിഞ്ഞു. ഖാലിദർ സമൂസയും വാങ്ങിക്കൊണ്ട് ബല്ലുവിനടുത്തേക്ക് പോയി. അവര് തമ്മിൽ സംസാരിച്ച് കൂട്ടായി. ഖാലിദർ എന്ന പേര് പഴഞ്ചനാണെന്നും പറഞ്ഞുകൊണ്ട് ബല്ലു ഖാലിദറിന് ഒരു പുതിയ പേരിട്ട് കൊടുത്തു, കേടി. ഖാലിദർ ജോലികൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും തന്റെ വിറച്ചുകൊണ്ടിരിക്കുന്ന കൈകൾ ഖാലിദറിന് ജോലികൾ ചെയ്യാൻ സമ്മതിച്ചില്ല. ഖാലിദറിന്റെ ഫോട്ടോകൾ വെച്ച് നോട്ടീസ് അടിച്ച് അയാളെ തിരയുകയായിരുന്നു സുബോധ്. ഇറ്റാർസിയിൽ പോകുന്ന ബസ്സിൽ അയാൾ ഉണ്ടായിരുന്നു എന്ന് ബസ്സിലെ ഒരു യാത്രക്കാരൻ നിന്ന് സുബോധിന് മനസ്സിലായി. അനിയത്തെയും അനിയനെയും വളർത്തി വലുതാക്കിയതും അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകിയതും ഒക്കെ ബല്ലുവിനോട് പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു ആ രാത്രി ഖാലിദർ. എന്നിട്ടും അവരെന്നെ ഉപേക്ഷിച്ചു. ഇതിലും ഭേദം തന്നെ കൊല്ലുകയായിരുന്നു. താൻ എങ്ങനെയാണ് അവർക്ക് ഭാരമാകുന്നത് എന്നൊക്കെ ഖാലിദർ പറഞ്ഞുകൊണ്ടിരുന്നു. 4 ദിവസം പ്രായമുള്ളപ്പോൾ അമ്പലപ്പടിയിൽ ഉപേക്ഷിക്കപ്പെട്ട എനിക്കെങ്ങനെ ഇതൊക്കെ അറിയുക എന്നായിരുന്നു ബല്ലു ചോദിച്ചത്. നിങ്ങളെ കാണുമ്പോൾ ആരുമില്ലാത്തതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്, ബല്ലു പറഞ്ഞു. ഇനി ആർക്കും വേണ്ടി കാത്തിരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ എന്ന് ബല്ലു ഖാലിദറിനോട് പറഞ്ഞു. അങ്ങനെ ഖാലിദറിന്റെ ഓരോ ആഗ്രഹങ്ങളും ചോദിച്ചറിഞ്ഞ് ഒരു മരത്തിൽ എഴുതി വെച്ചു ബല്ലു. ഖാലിദറിന്റെ ആദ്യത്തെ ആഗ്രഹം ബിരിയാണി കഴിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഖാലിദർ ബിരിയാണി വാങ്ങി കഴിക്കാൻ തുടങ്ങി. ഖാലിദറിന്റെ ആസ്വദിച്ചുള്ള ബിരിയാണി കഴിക്കൽ കണ്ട് അന്ന് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന എല്ലാവരും ബിരിയാണി വാങ്ങാൻ തുടങ്ങി. AC ട്രെയിനിൽ പോകണം, അഭിനയിക്കണം, സ്യൂട്ട് ഇടണം, ഫോറിൻ ലിക്കർ കഴിക്കണം, കല്യാണത്തിന് പോയി ഡാൻസ് കളിക്കണം, ബൈക്ക് ഓടിക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ. പിന്നെ മീര ഇന്ന് തുടങ്ങി വെച്ചെങ്കിലും ആ ആഗ്രഹം ബല്ലുവിനോട് പറഞ്ഞില്ല ഖാലിദർ. വായിക്കാനും എഴുതാനും അറിയാത്ത ഖാലിദറിനെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി ബല്ലു. കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി വിറ്റും പൂമാല കെട്ടിയും രണ്ടുപേരും കുറച്ചു കാശുണ്ടാക്കാൻ തുടങ്ങി. ഈ സമയം ഇറ്റാർസിയിലേക്കുള്ള ബസ് കണ്ടക്ടറിൽ നിന്നും അയാളെ ഭോജ്പൂരിലാണ് ഇറക്കിയത് എന്നുള്ള വിവരം സുബോധിന് കിട്ടി. ഖാലിദറിന്റെ ബിരിയാണി കഴിക്കുന്നത് കണ്ട് തങ്ങളുടെ ഹോട്ടലിൽ ബിരിയാണി കച്ചവടം ഇരട്ടിയായത് അറിയാതെ ബല്ലുവിനോട് പറഞ്ഞുപോയി ഹോട്ടൽ ഉടമ. ബല്ലു അത് മുതലാക്കി. 2 ബിരിയാണി ഫ്രീ തരാമെന്ന് ഹോട്ടൽ ഉടമ സമ്മതിച്ചു. ഖാലിദറിനെ കാണാനില്ല എന്ന പരസ്യം സമൂസ പൊതിഞ്ഞ പേപ്പറിൽ ബല്ലു കണ്ടു. വീട്ടുകാരോടൊപ്പം പോകില്ല എന്നായിരുന്നു ഖാലിദറിന്റെ തീരുമാനം. സുബോധ് ഭോജ്പൂരിലെത്തി ഖാലിദറിനെ കുറിച്ച് അന്വേഷിച്ചു. ദിവസവും ബിരിയാണി കഴിക്കാൻ ഖാലിദർ വരുമെന്നറിഞ്ഞ സുബോധ് ഹോട്ടലിൽ ചെന്നു. എന്നാൽ ആ ദിവസം അവർ മേളയ്ക്ക് പോയിരിക്കും എന്ന് ഹോട്ടലിൽ നിന്നും സുബോധ് അറിഞ്ഞു. മേളയിൽ കുംഭകർണന്റെ വേഷമിട്ട് അഭിനയിക്കണമെന്ന ആഗ്രഹം നിറവേറ്റി ഖാലിദർ. കുംഭകർണന്റെ വേഷം ഇനിയും ചെയ്യാൻ രാജ്ഘട്ടിലേക്ക് ക്ഷണം കിട്ടി ഖാലിദറിനെ. നാടകവേഷത്തിൽ തിരിച്ചു നടക്കുന്ന സമയത്ത് സുബോധ് അവരോട് തന്നെ ഖാലിദറിനെ അറിയുമോ എന്ന് ചോദിച്ചു. അയാൾ ഉജ്ജയിനിയിലേക്ക് പോയി എന്ന് ബല്ലു കള്ളം പറഞ്ഞു. വീട്ടുകാർ കണ്ടുപിടിക്കുമോ എന്ന് പേടിച്ച് ഖാലിദറും ബല്ലുവും നാടകം കളിക്കാൻ രാജ്ഘട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. സുബോധ് ഖാലിദർ താമസിച്ച ടെന്റിലെത്തി. അവിടെ കുംഭകർണന്റെ വേഷമിട്ട ഖാലിദറിന്റെ ഫോട്ടോ കണ്ടു. അപ്പോഴാണ് അത് ഖാലിദർ ആയിരുന്നു എന്ന് സുബോധിന് മനസ്സിലായത്. ഖാലിദറിന് വീട്ടിൽ പോകാൻ താല്പര്യമില്ലാത്തതിനാലാണ് തന്നോട് കള്ളം പറഞ്ഞതെന്ന് സുബോധിന് മനസ്സിലായി. ഒരു ദിവസം പുഴയിൽ കുളിക്കാൻ ഖാലിദറിനോട് പറഞ്ഞു ബല്ലു. വെള്ളം പേടിയായിരുന്ന ഖാലിദർ വെള്ളത്തിലിറങ്ങാൻ നിർബന്ധിച്ച ബല്ലുവിനെ വഴക്കു പറഞ്ഞു. അമ്മയുടെ ചിതാഭസ്മം ഒഴുക്കാൻ പോയ ദിവസം ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ് ഖാലിദറിന്റെ അച്ഛൻ. 2 കുഞ്ഞനിയന്മാരെയും കുഞ്ഞനുജത്തെയും തന്നെ ഏൽപ്പിച്ച് വെള്ളത്തിൽ മുങ്ങി മരിച്ച അച്ഛന്റെ മുഖമാണ് വെള്ളം കാണുമ്പോൾ ഖാലിദറിനെ ഭയപ്പെടുത്തുന്നത്. പിന്നീട് ബല്ലുവിന്റെ പിണക്കം പറഞ്ഞു മാറ്റി ഖാലിദർ. നാടകം കളിക്കാൻ പോകുന്നതിനിടയിൽ ബല്ലുവിന്റെ അധ്യാപകൻ ഖാലിദറിനോട് ബല്ലുവിനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളെക്കുറിച്ച് പറഞ്ഞു. ഇൻഡോറിലെ സ്കൂളിലേക്ക് ബല്ലുവിനെ കൊണ്ടുപോകാൻ അയാൾ തയ്യാറാണെന്നുള്ള കാര്യം അധ്യാപകൻ ഖാലിദറിനെ അറിയിച്ചു. ഖാലിദറിന് ബല്ലുവിനെ വിട്ടുകളയാനാവില്ലായിരുന്നു. മകനെ പോലെയാണ് ബല്ലുവിനെ ഖാലിദർ സ്നേഹിച്ചത്. വിഷമിച്ചിരുന്ന ഖാലിദറിന് ഒരു കുപ്പി ഫോറിൻ ലിക്കർ ഒപ്പിച്ചു കൊടുത്തു ബല്ലു. എന്നാൽ അതിനുശേഷം ഖാലിദറിന് വയ്യാതായി. പേടിച്ച ബല്ലു മേളയിലുണ്ടായിരുന്ന ഡോക്ടറെ കൊണ്ടുവന്ന് ഖാലിദറിനെ പരിശോധിപ്പിച്ചു. ഇത് നിന്റെ ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ എല്ലാമാണ് ഇദ്ദേഹമെന്ന് ബല്ലു ഡോക്ടറോട് പറഞ്ഞു. പിറ്റേന്ന് ഉറങ്ങി എഴുന്നേറ്റ ഖാലിദറിനോട് ഇനി കുടിക്കരുതെന്നും ബല്ലു ആവശ്യപ്പെട്ടു. കൂടാതെ മീരയെക്കുറിച്ച് പറയാനും. മാമന്റെ മകളായ മീരയെ കല്യാണം കഴിച്ച് അയച്ചതും അവളുടെ ഭർത്താവ് മരിച്ചതും അവളെ കാണാൻ പോയിട്ടില്ലെന്നും അവരുടെ വീട് എവിടെയാണ് എന്നറിയില്ല എന്നൊക്കെ ഖാലിദർ ബല്ലുവിനോട് പറഞ്ഞു. മാമന്റെ വീട് അന്വേഷിച്ചു പോകാൻ തീരുമാനിച്ചു ബല്ലു. പുതിയ ഷർട്ടും സ്യൂട്ടൊക്കെ ഇട്ട് രണ്ടുപേരും യാത്ര തിരിച്ചു. അങ്ങനെ ഒടുവിൽ അവർ മീരയെ കണ്ടെത്തി. മീരയും ഖാലിദറും തമ്മിൽ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു തീർത്തു. മീര പണ്ടുണ്ടാക്കിയ ബിരിയാണി ഖാലിദറിന് ഒരുപാട് ഇഷ്ടമായിരുന്നു.
ആ ബിരിയാണിയിൽ നിന്നാണ് അവരുടെ പ്രണയം തുടങ്ങിയത്. എന്നാൽ മീരയെ പെണ്ണു കാണാൻ ചെന്ന ദിവസം അനിയനായ മനോഹർ നാട്ടിലുണ്ടാക്കിയ ഒരു പ്രശ്നം കാരണം കാലിദറിന് തിരിച്ചു പോകേണ്ടി വന്നു. കുടുംബത്തിന്റെ ഭാരം മുഴുവൻ കാലിദറിന്റെ തലയിലായിരുന്നു. ആ പ്രാരാബ്ധങ്ങൾ കാരണം കാലിദറിന്റെയും മീരയുടെയും വിവാഹം നടന്നില്ല. അങ്ങനെ മീരയെ വീട്ടുകാർ മറ്റൊരു വിവാഹം കഴിപ്പിച്ചു. കാലിദറിന്റെ ആഗ്രഹപ്രകാരം മീര ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. മല്ലുവിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ നോക്കാൻ മീര കാലിദറിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കാലിദറും ബല്ലുവും മീരയുടെ വീട്ടിൽ നിന്നിറങ്ങി. ബല്ലുവിനെ പഠിപ്പിക്കാൻ തയ്യാറായ പുരോഹിതനെ കുറിച്ചും കാലിദർ ബല്ലുവിനോട് പറഞ്ഞു. ബല്ലുവിനെ കാലിദറിനെ പിരിയാൻ സാധിക്കില്ലായിരുന്നു. കള്ളു കുടിച്ച് താനെന്ന് മരിച്ചിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു എന്ന് കാലിദർ ചോദിച്ചപ്പോൾ യന്ത്രഊഞ്ഞാലി വീണ് ഞാനെന്ന് മരിച്ചിരുന്നെങ്കിലോ എന്ന് ബല്ലു തിരിച്ചു ചോദിച്ചു. ബല്ലു അങ്ങനെ ചോദിച്ചത് സഹിക്കാതെ വന്നപ്പോൾ കാലിദർ ബല്ലുവിനെ അടിച്ചു. ഒടുവിൽ ബല്ലുവിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പഠിക്കാൻ അയക്കാൻ തീരുമാനിച്ചു കാലിദർ. ബല്ലുവിന് പോകാൻ AC ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു കൊടുത്തു. അവനെ സങ്കടത്തോടെ യാത്രയാക്കി. ടെന്റിൽ ഒറ്റയ്ക്ക് തിരിച്ചെത്തിയ കാലിദറിനെ തിരക്കി സുബോധ് വീണ്ടും എത്തി. തന്റെ ആഗ്രഹങ്ങളൊക്കെ തീർത്ത കാലിദർ സുബോധിനൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. അനിയന്മാർ കാലിദറിനെ കണ്ടപ്പോൾ സന്തോഷം കാണിച്ചു, സ്വത്തിനു വേണ്ടി. എന്നാൽ കാലിദറിന്റെ സുഹൃത്ത് കാലിദർ പറഞ്ഞതനുസരിച്ചായിരുന്നു മുദ്രപേപ്പറുകൾ തയ്യാറാക്കിയിരുന്നത്. എഴുതുവാനും വായിക്കുവാനും ബല്ലുവിൽ നിന്ന് പഠിച്ച കാലിദർ ആ മുദ്രപേപ്പറിൽ ആദ്യമായി പേരെഴുതി ഒപ്പുവെച്ചു. തന്റെ പ്രിയപ്പെട്ട അനിയത്തി ഗുഡിയയോട് മാത്രം സങ്കടത്തോടെ യാത്ര പറഞ്ഞു കാലിദർ. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിത്തന്നു. എൻ്റെ ആവശ്യം നിങ്ങൾക്കിനിയില്ല. ഞാൻ ആഗ്രഹിച്ച സമയത്ത് ആരും തന്നെ എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. എനിക്കൊരു കുടുംബമില്ല, ഓർമ്മകളില്ല. വിഷമത്തോടെ അനിയന്മാരോട് പറഞ്ഞുകൊണ്ട് കാലിദർ അവിടെ നിന്ന് ഇറങ്ങി. താൻ ഭയപ്പെട്ടിരുന്ന പുഴയിലെ വെള്ളത്തിൽ മുങ്ങി എഴുന്നേറ്റു കാലിദർ. സ്വത്തുക്കൾ വിറ്റ തുക കാലിദർ 4 ഭാഗിച്ചിരുന്നു. അതിലെ ഒരു ഭാഗം അനിയന്മാരുടെ കടം വീട്ടാനും, 2-ാം ഭാഗം ഗുഡിയയുടെ പേരിലും, 3-ാം ഭാഗം ബല്ലുവിനും, 4-ാം ഭാഗം ജീവിക്കാൻ മറന്നുപോയ കാലിദറിനും മീരയ്ക്കും വേണ്ടി. മീരയെയും വിളിച്ചുകൊണ്ട് ബൈക്കിൽ താൻ അഭിനയിക്കുന്ന നാടകം കാണാൻ സന്തോഷത്തോടെ യാത്ര പോകുന്ന കാലിദറിനെ കാണിച്ചുകൊണ്ടാണ് ഈ മനോഹരമായ സിനിമ അവസാനിക്കുന്നത്. മറ്റൊരു നല്ല സിനിമയുടെ സ്റ്റോറിയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.